പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ് ഇന്നലെ. അല്ലെങ്കിലും നമ്മൾ സന്തോഷത്തിൽ തന്നെയാണ്, നല്ല സംതൃപ്തിയോടെ സന്തോഷത്തോടെയാണ് ജീവിക്കാറ്. എങ്കിലും ഇന്നലത്തെ സന്തോഷത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ സജി തോമസിന്റെ ആ, കടബാധ്യതകൾ തീർന്ന ദിവസമായിരുന്നു ഇന്നലെ. അതായത് അദ്ദേഹത്തിന്റെ വീടും സ്ഥലവുമെല്ലാം ജപ്തിയായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ജപ്തിയായി പോകുന്ന ആ സാഹചര്യമെല്ലാം നിർത്തി മലയാളികളായ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത സഹായം കൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അദ്ദേഹത്തിന്റെ ലോണ് ക്ലോസ് ചെയ്ത് അദ്ദേഹത്തിന്റെ കടബാധ്യതയിൽ നിന്ന്, ജപ്തിയിൽ നിന്ന് ഒഴിവായ ഒരു ഒരു വർത്തമാനം. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സന്തോഷിക്കണമല്ലോ. പക്ഷെ ഈ സന്തോഷത്തിൽ എനിക്ക് ഇരട്ടി മധുരമാണ്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ സജി തോമസിനെ എനിക്ക് അറിയാമായിരുന്നു എന്നാണ്. രണ്ട്, അദ്ദേഹത്തിന്റെ ഈ കടബാധ്യത തീർക്കുന്നതിൽ നേരിട്ട് എനിക്ക് സാമ്പത്തികമായ സഹായം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ ചിലത് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നത് ഒരു കൃതാർത്ഥത അതെനിക്കുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങളോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി മാത്രമാണ്, അതുപോലെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം ഈ സജി തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ എങ്ങനെയാണ് അറിയാന്ന് പറയാം. എന്നെ അദ്ദേഹത്തെ അറിയില്ല, എന്നെ അദ്ദേഹം കണ്ടിട്ടൊന്നുമില്ല. ഞാനും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ അദ്ദേഹത്തെ അറിയാം. ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചില സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ സ്കൂളുകളിലും അതുപോലെ ഈ കുടുംബ സംഗമങ്ങളിലും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അന്നും ഇന്നും അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മിക്കവാറും എല്ലാ മേഖലകളിലും എനിക്ക് പോകാനും സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏതോ ഒരു കുടുംബ സംഗമത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ, നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിക്കുന്നതിനെ കുറിച്ചും സമൂഹത്തിലെ മറ്റ് സഹജീവികളെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നും പണമുള്ളവർ നല്ലൊരു ശതമാനം ആൾക്കാരും അത്തരത്തിൽ കാണാറില്ല എന്നും അവർ ആ പണം കൊണ്ട് അവരുടെ സ്വാർത്ഥതയിലേക്ക് മാത്രമാണ് പോകൽ എന്നും ഒക്കെ സംസാരിക്കുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അല്ലാത്ത ആൾക്കാരും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി നേർ സാക്ഷ്യം പറയുകയുണ്ടായി. എനിക്ക് കിടപ്പാടമില്ലായിരുന്നു, എന്നെ സഹായിച്ചത് ഈ സജി തോമസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് അദ്ദേഹം, ഈ സജി തോമസ് എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹത്തിന് പണം ഉണ്ടായിരുന്ന കാലത്ത് നല്ല നിലയിൽ ഇൻകം ടാക്സ് ഒക്കെ അടച്ച് വലിയ വണ്ടിയൊക്കെ ആയി അത്യാവശ്യം നല്ല റേഞ്ചിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തി അന്ന് അത്തരത്തിൽ ജീവിച്ചപ്പോൾ തങ്ങളുടെ സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ, തന്റെ ചുറ്റുപാടുമുള്ളവരെ മറന്നിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു ആ നേർസാക്ഷ്യം. അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്നൊരു പങ്ക് മാറ്റിവെച്ചുകൊണ്ട് ചിലർക്കൊക്കെ അദ്ദേഹം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു. മറ്റു ചിലരൊക്കെ മറ്റു വിധത്തിൽ കണ്ണീരൊപ്പി. അതുപോലെ സംഭാവനകൾ കൊടുക്കേണ്ടതിടത്തൊക്കെ സംഭാവനകൾ കൊടുത്തു. അങ്ങനെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് പതിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചു വന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി, അതായത് കയ്യിൽ പണം ഉണ്ടായിരുന്നപ്പോ കൈ അയച്ച് മറ്റുള്ളവരെ കണ്ണീരൊപ്പിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പറയാണ്, എന്റെ വീടും സ്ഥലവും ജപ്തിയാണ്. ആ ജപ്തി ചെയ്യപ്പെടുമ്പോൾ അതിനുള്ളിലുള്ള എന്റെ സാധനങ്ങൾ, കട്ടില്, കിടക്ക അടക്കം ഒന്നും ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു 500-1000 രൂപ പോലും എന്റെ കയ്യിലില്ല എന്ന് നിസ്സഹായതയോടെ പറയുമ്പോൾ അത് കേട്ട് രസിക്കാനോ അല്ലെങ്കിൽ അതിന്റെ റീച്ച് നോക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. അപ്പോൾ തന്നെ എന്റെ അനുഭവം, ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള എന്റെ അനുഭവം വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോ എന്റെ ചില പ്രേക്ഷകർ, ഇത്തരത്തിൽ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ചിലർക്കൊക്കെ കണ്ണീരൊപ്പാൻ മനസ്സോടെ കൂടെ നിന്നിട്ടുള്ളവരുമാണ്, അവരിലേക്ക് എത്തും എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോ വേണ്ട വിധം പ്രയോജനത്തിൽ പെടുകയും ചെയ്തു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവർക്ക് എന്നെ അറിയിച്ചിരുന്നു, ഞങ്ങൾക്ക് കഴിയാവുന്നത് ഞങ്ങൾ ചെയ്യാം, അത് വേണ്ട നമ്മൾ ചെയ്യും, അത് എന്താണ് എന്ന് സാബു അറിയേണ്ടതില്ല എന്ന് എന്നോടും പറഞ്ഞു. അതങ്ങനെയാ, വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നാണ്. ഈ സജി തോമസും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ ദൈവത്തിന്റെ കരങ്ങൾ ഇറങ്ങും, അല്ലെങ്കിൽ ജഗദീശ്വരന്റെ കരങ്ങൾ ഇറങ്ങും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാണ് ഇന്നലെ സാധ്യമായത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ നന്മ ജനങ്ങളോട് പങ്കുവെച്ചു. അത് ജനങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹത്തെ ഒരു വിഭാഗം ക്രൂശിക്കാൻ നിന്നിരുന്നുവെങ്കിലും വലിയൊരു വിഭാഗം മറ്റൊരാൾ കൂടി ഇത് സംബന്ധിച്ച് വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ അതുകൂടിയൊക്കെ ആയപ്പോ ജനങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഒരു ജെനുവിനിറ്റി മനസ്സിലായിക്കൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിച്ചു. അതായത് അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നത് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷങ്ങൾ, ഏതാണ്ട് കോടിയോളം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ 85 ലക്ഷം രൂപകൾ ഉണ്ടായിരുന്നു. അത് തീർത്ത് അദ്ദേഹത്തിന് കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ചെറിയ കുറച്ച് കടങ്ങളുണ്ട്. കാരണം ഈ അവസാന പണം തികയാതെ വന്നപ്പോൾ കുറച്ച് പണം അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടികളൊക്കെ വിൽക്കാനുണ്ട്.
അത് വിറ്റ് കഴിഞ്ഞാൽ ആ കടമൊക്കെ തീർത്ത ശേഷം ഇനിയുള്ള കാലം തന്നെ സഹായിച്ചിട്ടുള്ള തന്റെ നാട്ടുകാർ, തന്റെ മലയാളികളായ തങ്ങളുടെ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ സത്യത്തിൽ കണ്ണ് നിറഞ്ഞുപോയി. അതുമാത്രമല്ല, മറ്റൊരു സന്തോഷ വർത്തമാനമുള്ളത്, നന്ദിയുള്ള ഒരാൾ തന്നെയാണ് അന്നും ഇന്നും ഈ സജി തോമസ് എന്നത്. കാരണം ഞാൻ അറിയില്ല, വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരു തവണയോ മറ്റോ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്നതിലുപരി മറ്റൊന്നും ഞാൻ ഒന്നും സംസാരിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹം എന്റെ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടത് ഇന്നലെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അത് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഏറ്റവും അധികമായി നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് 2 യൂട്യൂബർമാർ ആത്മാർത്ഥമായി എന്നെ സഹായിച്ചായിരുന്നു. ആദ്യമേ ഡിഫറൻ്റ് ആംഗിളിലെ സാബു സാറ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ 1-2 വീഡിയോകൾ ചെയ്തു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയത്തില്ല, എനിക്ക് അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ആ മനുഷ്യൻ എന്നെ അറിയാമായിരുന്നു, അദ്ദേഹം വീഡിയോ ചെയ്തു. പിന്നീട് എനിക്ക് വളരെയധികം നന്ദി പറയാനുള്ളത് ഫിലിം ഡയറക്ടർ ജോസ് തോമസ് സാറാണ്. അദ്ദേഹം 2-3 വീഡിയോകൾ എനിക്ക് വേണ്ടി ചെയ്തു. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തെയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനും ഞാൻ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറയുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട്, താങ്കൾക്ക് ഈ സഹായത്തിന്റെ കാര്യം മാത്രമല്ലേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല, ഇത് എന്താ നാട്ടുകാർ നോട്ടടിച്ചു വെച്ചേക്കാണോ എന്നൊക്കെ പലരും നേരിട്ട് വിളിച്ച് ചോദിച്ച വിദ്വാന്മാരൊക്കെ ഉണ്ട്. കാരണം എന്റെ എല്ലാ വീഡിയോയുടെയും എൻഡില് എന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. എന്റെ പൊന്നു സഹോദരന്മാരെ, നമുക്കിത് ആദ്യത്തെ അനുഭവമല്ല. ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു സഹായം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. ഇതേ എന്റെ യൂട്യൂബ് വ്യൂവേഴ്സിനോട് തന്നെയാണ് ഞാനത് ചോദിച്ചത്. ഒരാൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥ, ഇതേ സജി തോമസിന്റെ അതേ അവസ്ഥയായിരുന്നു അദ്ദേഹത്തിനും. നല്ല സാമ്പത്തിക അവസ്ഥയായിരുന്നു, പക്ഷെ പാർട്ട്ണർഷിപ്പിലായിരുന്നു. പാർട്ട്ണർമാർ ചതിച്ചു, അദ്ദേഹം വലിയ കടക്കണിയിലായി, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം പാതിരാത്രി 2 മണിക്ക് ഞാനൊരു ക്ലാസ്സിന് പോവുക, പിറ്റേന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്. അങ്ങനെ ഒരു കമന്റ് എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് പാതിരാത്രി 2 മണിക്കാണോ ക്ലാസ് എന്ന് ചോദിച്ച വിദ്വാന്മാരുണ്ട് കമന്റിലൂടെ. അവരത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അത്രയും ബോധമുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ളൂ എന്നതുകൊണ്ട് ഞാനതിന് മറുപടി പറയാൻ പോയില്ല. കാണാത്തത് കൊണ്ടല്ല. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാനൊക്കെ മലപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ കൊല്ലം, തിരുവനന്തപുരം സ്ഥലത്ത് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസമേ പുറപ്പെടണം, അത്രേ പറ്റുള്ളൂ. അപ്പോൾ എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു 4 മണി 3 മണിയോടുകൂടി അവിടെ എത്തും. ഒരു 3 മണിയോടുകൂടി ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് റൂം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാവിലെ ഒരു 8 മണി വരെ കിടന്നുറങ്ങാം. അത് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയി ചായ കുടിച്ചുകൊണ്ട് 10 മണി മുതലാണ് ക്ലാസ്. ഇതൊക്കെ കണക്ക് കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ തലേ ദിവസം ക്ലാസ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് രാത്രി വെച്ച് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ, ഞാൻ ആ സ്ഥലം ഒന്നും പറയുന്നില്ല, ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ എത്തുമ്പോൾ ഒരു ബാച്ച് അവിടെ നിൽക്കുന്നുണ്ട്, ഒരു കുടുംബം നിൽക്കുന്നുണ്ട്, ഒരു പുഴയുടെ ഓരമാണ്. ഈ വണ്ടി എങ്ങനെ പുഴയിലേക്ക് ചാടിച്ച് മരിക്കാമെന്നാണ് അവരുടെ ഒരു ചിന്ത. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം മനസ്സിലായി. എന്തൊരു പന്തികേട് മനസ്സിലായി. വണ്ടി നിർത്തിയപ്പോൾ ആളെ മനസ്സിലായി. അവരെ കൂട്ടിക്കൊണ്ടുപോയി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. അന്ന് തന്നെ ആ പിറ്റേന്ന് എന്റെ ക്ലാസ് കഴിഞ്ഞു. ആ ക്ലാസ് കഴിഞ്ഞ് അന്ന് തന്നെ ഞാൻ അവർക്ക് തുടർന്ന് പോകുന്നതിനാവശ്യമായ ബേസിക് ആയ ചില കാര്യങ്ങൾ, എന്റെ കമ്പനിക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്, ഒരു നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം എനിക്കുണ്ട്. അതിന്റെ 1 രൂപ പോലും ഞാൻ എന്റെ കാര്യത്തിനടുത്ത് ചെലവഴിക്കാറില്ല. അതിന്റെ പ്രോഫിറ്റ് അതിൽ ഏതാണ്ട് 2 റുപ്യോളം 2-2.25 റുപ്യോളം ഉണ്ടായിരുന്നു. ആ പണം ഞാൻ പിറ്റേന്ന് തന്നെ എടുത്തവർക്ക് ബേസ് കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഒരു 5 ലക്ഷം രൂപയുടെ കുറവുണ്ടായിരുന്നു. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അത് ചോദിച്ചപ്പോൾ ആ സമയത്താണ് നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ആ ഭാഗത്ത് ഉരുൾപൊട്ടി വലിയ നാശനഷ്ടം ഉണ്ടായത്. അതുകൊണ്ട് ഏതാണ്ട് 2.25 ലക്ഷം രൂപയുടെ എനിക്ക് പൈസ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള പണം ഞാനിത് ഏറ്റതാണ്, ഞാൻ നിന്നെ കൈപിടിച്ച് ഉയർത്താം, നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് കൈപിടിച്ച് കയറ്റാൻ വേണ്ടി എന്റെ കമ്പനി ഫോർമേഷന് വേണ്ടി ഞാൻ വെച്ചിരുന്ന പണം ഞാൻ എടുത്ത് അവർക്ക് കൊടുത്ത് ഞാൻ തൽക്കാലം കുണ്ടിലേക്ക് ചാടിക്കൊണ്ട് അവരെ കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത്. അതും ഈ സജി തോമസിനെ പോലെ തന്നെ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുക്കുകയും മറ്റു സഹായങ്ങൾ ചെയ്യുകയും ചെയ്ത, അവരെ നല്ല സമയത്ത് മറ്റുള്ളവരെ മറക്കാതിരുന്ന ഒരു കുടുംബമായതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. എന്തേ അവർ സഹായിക്കണ്ടേ? അങ്ങനെയുള്ളവരല്ലേ നമ്മൾ ആദ്യം പ്രാഥമിക പരിഗണന കൊടുക്കേണ്ടത്. കാരണം അവരുടെ കയ്യിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ സഹായിക്കും, നമ്മുടെ പണി കുറയും. ഈ സജി തോമസ് എന്ന് പറയുന്ന വ്യക്തി ഇനിയുള്ള കാലം മറ്റുള്ളവരെ സഹായിക്കും, അത് ഉറപ്പാണ്. കാരണം ഇത്രയും അധികം ഒരു ഇതിലൂടെ കടന്നു വന്നു. അല്ലാതെ തന്നെ നല്ല പണം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ സഹോദര സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ നിലയ്ക്ക് ഇത്തരത്തിലൊരു ക്രിട്ടിക്കൽ ഒരു സ്റ്റേജിലൂടെ കടന്നുപോയ ഒരാൾക്ക് എന്തായാലും ഈ ലോകത്തെ സഹോദരങ്ങളെ മറക്കാൻ സാധിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ അതുപോലെ ഞാൻ അദ്ദേഹത്തെയും സഹായിച്ചു. ആ കാരണത്താൽ ഞാൻ വീണ്ടും കൊടുക്കില്ലായി. എന്റെ കമ്പനി ഫോർമേഷനോട് ബന്ധപ്പെട്ട് വന്നപ്പോ എനിക്ക് പണം തികയാതെ വന്നു. 2,60,000 രൂപ എനിക്ക് ആവശ്യമായി വന്നു. പക്ഷെ 60,000 രൂപ 2-3 മാസത്തെ യൂട്യൂബ് റവന്യൂയിലൂടെ എനിക്ക് കിട്ടുമെന്നും ബാക്കി 2 ലക്ഷം രൂപ പിരിക്കാമെന്ന് കരുതി ഞാൻ നിങ്ങളോട് 2 ലക്ഷം രൂപ ചോദിച്ചു.
ഏതാണ്ട് 1,40,000 രൂപ എനിക്ക് കിട്ടി. ബാക്കി 60,000 രൂപ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. പക്ഷെ യൂട്യൂബിന്റെ റീച്ച് പറ്റ കുറഞ്ഞു. അതിൽ നിന്ന് റവന്യൂ ഇല്ലാതെയായി. ഇപ്പോ ഞാൻ ആ 60,000 കൂടെ ചേർത്തിട്ട് 1,20,000 കൈനീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ആരും തരുന്നില്ല. പക്ഷെ ആരെങ്കിലും ഒക്കെ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് സഹായമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ കമ്പനിയിൽ ഞാൻ ഒരു ഷെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് സത്യത്തിൽ ആ പണം ഞാൻ ഉപയോഗിക്കുക എന്നും 2 വർഷം കൊണ്ട് കിട്ടുന്ന ലാഭത്തിൽ ഓഹരി നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്രയും പണം കിട്ടിയത്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ പറയട്ടെ, പിരിവിന് വേണ്ടി ഞാൻ പറഞ്ഞല്ല, കാര്യങ്ങൾ പറയുമ്പോൾ പറയണമല്ലോ. 1,20,000 എനിക്ക് ആവശ്യമുണ്ട്, 1,20,000 രൂപ ആവശ്യമുണ്ട്. ആരെങ്കിലും ഒക്കെ 10,000 20,000 ആയിട്ടൊക്കെ ഒന്ന് സഹായിക്കുന്നുണ്ടെങ്കിൽ എനിക്കും ഒരു സഹായമാകും. കാരണം ഇതുപോലെ മറ്റൊരാൾക്ക് വേണ്ടി എടുത്തു കൊടുത്തതാണ്. പക്ഷെ ഈ സജി തോമസിന് വേണ്ടിയിട്ട് ഞാൻ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല കേട്ടോ. കാര്യം എന്റെ കയ്യിൽ ഇല്ലായിരുന്നു, പണമായിട്ട് ചെലവഴിക്കാൻ ഇല്ലായിരുന്നു. പക്ഷെ എനിക്കൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചു, അതിലൂടെ അദ്ദേഹത്തെ സഹായിക്കാൻ സാധിച്ചു. പക്ഷെ അത് അദ്ദേഹത്തെ സഹായിച്ചത് മാത്രമല്ല, അദ്ദേഹം ഇനി അതിലൂടെ നമ്മൾ മലയാളികളായ ധാരാളം പേർ, കണ്ണീരൊപ്പേണ്ട ധാരാളം പേരുണ്ട്, അവരെയൊക്കെ അദ്ദേഹം കണ്ണീരൊപ്പിക്കൊള്ളും. അതിനുള്ള ഒരു ആരോഗ്യവും മറ്റു കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏതായാലും സജി തോമസ് അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്ത് ചെയ്ത നന്മയുടെ ആ പ്രതിഫലമാണ് അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടിയത്. അത് അങ്ങനെ തന്നെ കണക്കൂട്ടിയാൽ മതി. അത് മലയാളികളുടെ ഔദാര്യമല്ല, ദൈവത്തിന്റെ കാരുണ്യമാണ്. ദൈവത്തിന്റെ കാരുണ്യം കൊടുത്തിട്ടുള്ള, മറ്റുള്ളവർക്ക് ചൊരിയാൻ കൊടുത്തിട്ടുള്ള നന്മ പറ്റാത്ത നല്ല മനുഷ്യർ ഇന്നും കേരളത്തിൽ ഉണ്ട്. അതിന് ജാതിയോ മതമോ മറ്റ് വർഗ വിദ്വേഷ യാതൊന്നുമില്ലാതെ തന്നെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ കടബാധയിൽ നിന്ന് ഒഴിവാക്കിയ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം ആരെയും മറക്കാത്തതിൽ അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹവും, അദ്ദേഹത്തിന് ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ ആ കടബാധയിൽ നിന്ന് മാറി സ്വതന്ത്രമാകാൻ സാധിച്ചതിലുള്ള ഒരു സന്തോഷം, അത് സാധ്യമാക്കിയതിലുള്ളവരുടെ നന്ദിയും കടപ്പാടുമെല്ലാം ഞാൻ അറിയിക്കുന്നു. നമ്മൾ മലയാളികൾ ഇങ്ങനെയായിരിക്കണം. ഇതാണ് ശരിക്കും പറഞ്ഞ സ്നേഹം, സാഹോദര്യം, സമത്വം എന്നൊക്കെ പറയുന്നത്. Different angles. Don't forget to subscribe and support this channel.